ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ അവർ വന്നു, അവൾ പോയി, ഞങ്ങൾ കഴിച്ചു എന്നൊക്കെ പറയാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഇങ്ങനെ വന്നു, ഇരുന്നു, നിന്നു, കഴിച്ചു എന്നൊക്കെ പറയാൻ മാത്രമല്ല നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ പല രീതിയിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഞാൻ ഈ കാണിക്കുന്ന സെൻറ്റൻസസ് ഒന്ന് നോക്കൂ കേട്ടോ. ഞാൻ വീട്ടിലെത്തി, പാസ്റ്റ് ടെൻസ് ആണ്, പക്ഷേ എളുപ്പമാണല്ലേ. അടുത്തത് നോക്കൂ കേട്ടോ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയും പാസ്റ്റ് ടെൻസ് തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. കുട്ടികൾ പഠിക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മൂന്നാമത്തത് നോക്കൂ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ ഉറങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവം? ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ കുട്ടികൾ ഉറങ്ങി കഴിഞ്ഞിരുന്നു എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇനി അടുത്തത് നോക്കൂ. ഞാൻ കുട്ടികളെ വിളിച്ചുണർത്തുമ്പോൾ അവർ 3-4 മണിക്കൂറുകളായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പോഴാണ് ചില കൺഫ്യൂഷൻ, ചില സംശയങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നുന്നത്. അങ്ങനെ ഈ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ക്ലാസ് അവസാനം വരെ കാണൂ, എല്ലാ സംശയങ്ങളും ക്ലിയർ ആവും. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്, അതുകൂടി ആൻസർ ചെയ്യണം കേട്ടോ. നമുക്കാദ്യം സിമ്പിളായിട്ടുള്ള 2-3 സെൻറ്റൻസസ് ഈ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ ആദ്യം മലയാളത്തിലൊരു സെൻറ്റൻസ് പറയാം. ഞാൻ ചിരിച്ചു. കഴിഞ്ഞു പോയ കാര്യമാണ് കേട്ടോ. ചിരിച്ചു എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൽ ഐ ലാഫ്ഡ്. കണ്ടല്ലോ, ഐ ലാഫ്ഡ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൾ യാത്ര ചെയ്തു. ഇംഗ്ലീഷിൽ ഷീ ട്രാവൽഡ്. കണ്ടോ, യാത്ര ചെയ്തു, ട്രാവൽഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ ഈ 2 സെൻറ്റൻസസും ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടുത്തെ വേർബ് കാണാമല്ലോ. ആദ്യം പറഞ്ഞു ഐ ലാഫ്ഡ്, രണ്ടാമത്തത് ഷീ ട്രാവൽഡ്. അപ്പോൾ ഇവിടെ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തതെന്ന് നോക്കൂ. ആ വേർബിൻ്റെ കൂടെ ED ചേർക്കുക ചെയ്തത് അല്ലേ. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷിൽ ഒരു വേർബിനെ പാസ്റ്റ് ടെൻസിലാക്കാൻ എപ്പോഴും ഇങ്ങനെ ED ചേർക്കുക തന്നെയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ മലയാളത്തിൽ പറയാണ്, അവർ ഉറങ്ങി. അപ്പോൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ദേ സ്ലെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഉറങ്ങുക എന്നുള്ളതിനാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഉറങ്ങി എന്ന് പറയാൻ ഞാൻ സ്ലീപ്പിൻ്റെ കൂടെ ED ചേർക്കുകയല്ല ഇവിടെ ചെയ്തത്. പകരം നമുക്ക് സ്ലെപ്റ്റ് എന്ന് പ്രത്യേകമായിട്ടൊരു വാക്ക് തന്നെ ഇവിടെയുണ്ട്, സ്ലീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇംഗ്ലീഷിൽ 2 തരത്തിലുള്ള വേർബ്സ് ഉണ്ട്, റെഗുലർ വേർബ്സും ഇറെഗുലർ വേർബ്സും. അപ്പോൾ റെഗുലർ വേർബ്സ് ആണെങ്കിൽ നമ്മളവിടെ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ ED ചേർക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസാണ് നമ്മൾ ആദ്യം കണ്ടത്, ലാഫ്ഡും ട്രാവൽഡും. പക്ഷേ സ്ലീപ്പിൻ്റെ കാര്യത്തിൽ കണ്ടല്ലോ, നമ്മളവിടെ ED ചേർത്തില്ല, സ്ലെപ്റ്റ് എന്നാണ് പാസ്റ്റ് ടെൻസ് ആയിട്ട് പറഞ്ഞത്. അതുപോലെയുള്ള ഒരുപാട് വേർബ്സ് വേറെയും ഇംഗ്ലീഷിലുണ്ട്. ഉദാഹരണത്തിന് ഈറ്റ്, കഴിക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് എന്താ നമ്മൾ പറയുക? എയ്റ്റ് എന്നാണ്. ഗോ, പോവുക, പാസ്റ്റ് ടെൻസ് വെൻറ്റ് എന്നാണ്. കം, വരിക, പാസ്റ്റ് ടെൻസ് കെയിം ആണ്. അവിടെ ഒന്നും ED ചേർക്കുകയല്ലല്ലോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുക്കുക എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് തന്നെ കിട്ടണം. ഇപ്പോൾ നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് 2-3 ചെറിയ സെൻറ്റൻസസ് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് തന്നെ കുറച്ചുകൂടെ വലിയ സെൻറ്റൻസസ് ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തേത് ഞാൻ പറയാണ്, ഞങ്ങൾ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തു. അപ്പോൾ എന്താ പറയുക? വി ട്രാവൽഡ് ലാസ്റ്റ് ഇയർ. കണ്ടോ, വി ട്രാവൽഡ് ലാസ്റ്റ് ഇയർ. അപ്പോൾ എപ്പോഴാണ് യാത്ര ചെയ്തതെന്ന് ഞാനിവിടെ പറയുന്നുണ്ട് അല്ലേ. ഇനി അടുത്തത് നോക്കൂ. പ്ലെയിൻ 10 മണിക്ക് ലാൻഡ് ചെയ്തു. എപ്പോഴാണ് ലാൻഡ് ചെയ്തത്? 10 മണിക്ക്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം 5 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 10 മണി എന്ന് പറയുന്നത് കഴിഞ്ഞു പോയൊരു സമയത്തെക്കുറിച്ചാണ് കേട്ടോ, അത് മനസ്സിലാക്കണം. എന്താ ഇംഗ്ലീഷിൽ പറയുക? ദ പ്ലെയിൻ ലാൻഡഡ് അറ്റ് 10 o'clock. അടുത്തത്, ഞാൻ 2016 താജ്മഹൽ സന്ദർശിച്ചു. എപ്പോഴാണ്? 2016. കഴിഞ്ഞു പോയൊരു വർഷമാണല്ലോ അത്. അപ്പോൾ പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുക? ഐ വിസിറ്റഡ് ദ താജ് ഇൻ 2016. ഐ വിസിറ്റഡ് ദ താജ് ഇൻ 2016. അപ്പോൾ ഈ 3 സെൻറ്റൻസസിലും നിങ്ങൾ വേർബ് കണ്ടല്ലോ. ആദ്യത്തേതിൽ ട്രാവൽഡ്, അടുത്തതിൽ ലാൻഡഡ്, അടുത്തതിൽ വിസിറ്റഡ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഏത് തരം പാസ്റ്റ് ടെൻസ്? ഇതിനെ നമ്മൾ വിളിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നാണ്. എപ്പോഴാണ് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ. പ്രത്യേകിച്ച് അതെപ്പോഴാണ് കഴിഞ്ഞതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം.
ഇവിടെ കണ്ടല്ലോ എപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം, നമ്മളതിവിടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ വേറൊരു യൂസ് എന്താണെന്നറിയാമോ? നമ്മൾ പാസ്റ്റിൽ കുറേ കാര്യങ്ങൾ അടുത്തടുത്തായിട്ട് ചെയ്തു എന്നിരിക്കട്ടെ, അതെല്ലാം നമ്മൾ പിന്നീട് ഒരു ചെയിനായിട്ട് ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കിങ്ങനെ പറയണമെന്നിരിക്കട്ടെ, അവൻ ഹോംവർക്ക് ചെയ്തു, എന്നിട്ട് ബാഗ് പാക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പോയി കിടന്നു. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെ വരും: ഹി ഡിഡ് ഹിസ് ഹോംവർക്ക്, പാക്ഡ് ഹിസ് ബാഗ് ആൻഡ് വെൻറ്റ് ടു ബെഡ്. കണ്ടോ? കാരണം ഇതെല്ലാം അടുത്തടുത്ത് ചെയ്ത കാര്യങ്ങളാണല്ലേ, ഏകദേശം ഒരേ സമയത്ത് ചെയ്തതാണ്. അതുകൊണ്ടാണ് 3 വേർബുകൾക്കും 3 ആക്ഷൻസിനും ഞാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കൊടുത്തത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന എക്സാമ്പിൾ ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ കരയുകയായിരുന്നു. ഇതെങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ആദ്യം നോക്കൂ. വെൻ ഐ സോ ഹർ ഷി വാസ് ക്രൈയിങ്. ഇവിടെ എത്ര ആക്ഷൻസ് ഉണ്ട്? 2 അല്ലേ? ഏതൊക്കെയാണ്? 1, ഞാൻ അവളെ കണ്ടു. 2, ഞാൻ കണ്ടപ്പോൾ അവൾ കരയുകയായിരുന്നു. ഈ 2 ആക്ഷൻസും സത്യത്തിൽ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ എന്താണ് വ്യത്യാസം? ഇതിലൊന്ന് ഷോർട്ട് ആക്ഷനും മറ്റത് കുറച്ച് ലോങ് ആക്ഷനുമാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇതിൽ ഒരു പ്രവൃത്തി നടക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. അതേതാണ്? കാണുക. ഞാൻ അവളെ കണ്ടു. കാണുക എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ആക്ഷനാണ്. നേരെ മറിച്ച് ഞാൻ കണ്ടപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കുറച്ചുകൂടെ ദൈർഘ്യമുള്ള, കുറച്ചുകൂടെ സമയം എടുക്കുന്നൊരു പ്രവൃത്തിയാണ് അല്ലേ? അപ്പോൾ അവിടെ എന്താ ഞാൻ ചെയ്തിരിക്കുന്നത് നോക്കൂ. ആ ചെറിയ ആക്ഷന് വേണ്ടി ഞാൻ ഉപയോഗിച്ചത് മുൻപ് നമ്മൾ കണ്ട പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. വെൻ ഐ സോ ഹർ, സോ എന്നാണ് ഞാൻ പറഞ്ഞത്. സി, കാണുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഈ സോ. അപ്പോൾ ആ ചെറിയ ആക്ഷന് ഞാൻ കൊടുത്തത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. മറ്റേതിന് എന്താ ചെയ്തതെന്ന് നോക്കൂ. ഷി വാസ് ക്രൈയിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുന്ന, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അവിടെ ഞാൻ കൊടുത്തത് ING ഫോമാണ്. പക്ഷെ അവിടെ ഞാൻ വെറുതെ ക്രൈയിങ് എന്നല്ല പറഞ്ഞത്. വെൻ ഐ സോ ഹർ ഷീ വാസ് ക്രൈയിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അവിടെ വാസ് വന്നതെന്ന് മനസ്സിലായോ? ഷീ എന്ന് പറയുന്നത് ഒരാളാണ്. അപ്പോൾ എന്ത് പറയും? ഷീ വാസ് ക്രൈയിങ്. അവിടെ ഒന്നിലധികം പേരായിരുന്നെങ്കിൽ വാസ് എന്നല്ല വരിക. എന്താണ് വരിക എന്ന് നമുക്ക് അടുത്ത എക്സാമ്പിളിൽ നോക്കാം. ഞാൻ വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ കളിക്കുകയായിരുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ വന്നേ നോക്കൂ. വെൻ ഐ ഗോട്ട് ഹോം ദ കിഡ്സ് വർ പ്ലേയിങ്. അപ്പോൾ വീട്ടിലേക്ക് എത്തുക, വീട്ടിലേക്ക് ചെന്ന് കയറുക എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ആക്ഷനാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ അതിന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കൊടുത്തത്. വെൻ ഐ ഗോട്ട് ഹോം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യായിരുന്നു? കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ? അത് മാത്രമല്ല, കുട്ടികൾ ഒന്നിലധികം പേരുണ്ട്. ഞാൻ എന്താ പറഞ്ഞേ? ദ കിഡ്സ് വർ പ്ലേയിങ് എന്നാണ്. അപ്പോൾ മുൻപത്തെ സെൻറ്റൻസിൽ ഓർമ്മയുണ്ടല്ലോ, ഒരാളായിരുന്നപ്പോൾ വാസ് എന്നാണ് ഞാൻ ഉപയോഗിച്ചത്. ഒന്നിലധികം പേരായപ്പോൾ വർ കഴിഞ്ഞിട്ട് ആ വേർബിൻ്റെ കൂടെ ING ഫോം ഞാൻ യൂസ് ചെയ്തു. പിന്നെ ഒരു കാര്യം കേട്ടോ, ഈ സെൻറ്റൻസ് എനിക്ക് ഇങ്ങനെയും പറയാം. ദ കിഡ്സ് വർ പ്ലേയിങ് വെൻ ഐ ഗോട്ട് ഹോം. തിരിച്ചും പറയാം എന്നർത്ഥം. ഇനി മൂന്നാമതൊരു എക്സാമ്പിളോട് നോക്കാം. രാത്രി അത്താഴം കഴിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു. ഇംഗ്ലീഷിൽ ദ ഫോൺ റാങ് വൈൽ വി വർ ഹാവിങ് ഡിന്നർ. അപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ, ഫോൺ റിങ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ ആക്ഷനാണ്. അതുകൊണ്ട് ഞാനവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കൊടുത്തു. അത്താഴം കഴിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോങ് ആക്ഷൻ ആയതുകൊണ്ട് അവിടെ ഞാൻ ING ഫോം യൂസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യമാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്ക് കണ്ടോ? ദ ഫോൺ റാങ് വൈൽ വി വർ ഹാവിങ് ഡിന്നർ. എപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്? ഞങ്ങൾ അത്താഴം കഴിക്കുമ്പോൾ. അതൊരു ലോങ് ആക്ഷനാണല്ലേ. അതിൻ്റെ കൂടെ ഞാൻ ചേർത്തത് ഏത് വാക്കാണ്? വൈൽ എന്ന വാക്കാണ്. നേരെ മറിച്ച് വെൻ ഉപയോഗിക്കണമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. വെൻ ദ ഫോൺ റാങ് വി വർ ഹാവിങ് ഡിന്നർ. വ്യത്യാസം മനസ്സിലായോ? ഫോൺ റിങ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ പ്രവൃത്തിയല്ലേ. അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് ഉപയോഗിക്കുമായിരുന്നത് വെൻ എന്ന വാക്കാണ്. പക്ഷേ ഇവിടെ ഞാൻ ആ ദൈർഘ്യമുള്ള പ്രവൃത്തിയുടെ കൂടെ ചേർത്താണ് പറയുന്നത്. അവിടെ വെൻ അല്ല ഉപയോഗിക്കുക, വൈലാണ്. ഇപ്പം നമ്മളിവിടെ 2-3 സെൻറ്റൻസസ് കണ്ടില്ലേ? അവിടെ ആ ഒരു ലോങ് ആയിട്ടുള്ള ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് ടെൻസ് ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചില്ലേ? വേർബിൻ്റെ ING ഫോമൊക്കെ ചേർത്തിട്ട്. അതിനെ വിളിക്കുന്നൊരു പേരുണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് അതിനെ വിളിക്കുക. അവിടെ നമ്മൾ വെറുതെ ആ വേർബിൻ്റെ ഒരു ING ഫോം മാത്രമല്ല കേട്ടോ യൂസ് ചെയ്തത്. വാസ് അല്ലെങ്കിൽ വേർ, അതും നമ്മളവിടെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? കഴിഞ്ഞു പോയ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആരോടെങ്കിലും ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തൊക്കെ പറയില്ലേ, വിവരിച്ച് പറയില്ലേ? അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്.
അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു. ലാസ്റ്റ് വീക്ക് വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ടു വർക്ക് ഐ സോ ആൻ ആക്സിഡൻറ്റ്. ലാസ്റ്റ് വീക്ക് വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ടു വർക്ക് ഐ സോ ആൻ ആക്സിഡൻറ്റ്. അതുപോലെ നമുക്ക് ആരോടെങ്കിലും ഇങ്ങനെ ചോദിക്കണമെങ്കിൽ, നീ ഇന്ന് 5 മണിക്ക് എന്ത് ചെയ്യായിരുന്നു? ഇപ്പോൾ സമയം രാത്രി 10 മണിയായിട്ടോ. ഞാൻ ചോദിക്കുന്നത് വൈകുന്നേരം 5 മണിക്ക് നീ എന്ത് ചെയ്യായിരുന്നു എന്നാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വരിക, വാട്ട് were you doing at 5 in the evening? വാട്ട് were you doing at 5 in the evening? അപ്പോൾ ഉത്തരം ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും, ഞാൻ വൈകുന്നേരം ആ സമയത്ത് ടി വി കാണുമായിരുന്നു. ഐ വാസ് വാച്ചിങ് ടി വി അറ്റ് 5. ഐ വാസ് വാച്ചിങ് ടി വി അറ്റ് 5. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൻ്റെ മൂന്നാമത്തെ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതും നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ അധികം ആവശ്യം വരുന്നൊരു ടെൻസാണ്. ഞാനീ പറയാൻ പോകുന്ന എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ, പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യം നടന്ന എന്താണ്? ട്രെയിൻ പോയി. അതിന് ശേഷം എന്താ സംഭവിച്ചത്? ഞാൻ സ്റ്റേഷനിലെത്തി. ഇതെങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നോക്കൂ. ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ആഫ്റ്റർ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ ആദ്യം നടന്ന സംഭവം ട്രെയിൻ പോവലാണല്ലോ. രണ്ടാമത്തത് ഞാൻ സ്റ്റേഷനിലെത്തലും. ഈ രണ്ടാമത് നടന്ന പ്രവൃത്തിയെ പറ്റി ഞാൻ എങ്ങനെ പറഞ്ഞതെന്ന് കണ്ടോ? ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. റീച്ചിൻ്റെ കൂടെ ഇ ഡി ചേർത്തു. അപ്പോൾ അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഈ രണ്ടാമത് നടന്ന ആക്ഷനെ പറ്റി പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു നോക്കൂ. ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ആഫ്റ്റർ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ ആദ്യം നടന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ ഉപയോഗിച്ച ഫോം എന്താണെന്ന് കണ്ടോ? ഹാഡിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിച്ചത്. അതെങ്ങനെ മനസ്സിലായി? ലീവ് എന്ന് പറഞ്ഞാൽ വിട്ടു പോവുക എന്നർത്ഥം. ആ ലീവ് എന്ന വേർബിൻ്റെ രണ്ടാമത്തെ ഫോം V2 ഫോമാണ് ലെഫ്റ്റ്. ലീവിൻ്റെ മൂന്നാമത്തെ ഫോമും ലെഫ്റ്റ് തന്നെയാണ്. ഈ ഹാഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് എപ്പോഴും മൂന്നാമത്തെ ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും. അതാണ് നമ്മൾ ഈ കണ്ടത്. ഐ റീച്ച് ദ സ്റ്റേഷൻ ആഫ്റ്റർ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം എന്ന്. ട്രെയിൻ വിട്ടു പോയതിന് ശേഷമാണ് ഞാൻ സ്റ്റേഷനിലെത്തിയത് എന്നർത്ഥം. ഇത് നമുക്ക് ഇങ്ങനെയും പറയാമായിരുന്നു, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ. അവിടെ എന്താ വ്യത്യാസം എന്ന് മനസ്സിലായോ? ഞാൻ എത്തുന്നതിന് മുൻപ് ട്രെയിൻ വിട്ടുപോയിരുന്നു എന്നാണ് അർത്ഥം. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ. അപ്പോൾ ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമുക്കിങ്ങനെ ബിഫോർ, ആഫ്റ്റർ തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. എന്ന് വെച്ച് ബിഫോറും ആഫ്റ്ററും വരുമ്പോൾ മാത്രമാണ് ഈ ടെൻസ് ഉപയോഗിക്കുക എന്ന് അർത്ഥമില്ല. അടുത്ത സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതും 2 കാര്യങ്ങളും പാസ്റ്റ് ടെൻസിലാണ് നടന്നത്. ആദ്യം കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞു, അതിനുശേഷം ഞാൻ വീട്ടിലെത്തി. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത് നോക്കൂ. ദ കിഡ്സ് ഹാഡ് സ്ലെപ്റ്റ് വെൻ ഐ ഗോട്ട് ഹോം. കണ്ടോ? ദ കിഡ്സ് ഹാഡ് സ്ലെപ്റ്റ് വെൻ ഐ ഗോട്ട് ഹോം. ആദ്യം നടന്ന പ്രവൃത്തി കുട്ടികൾ ഉറങ്ങുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഹാഡിൻ്റെ കൂടെ സ്ലീപ്പ് എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോം സ്ലെപ്റ്റ് ഉപയോഗിച്ചത്. ദ കിഡ്സ് ഹാഡ് സ്ലെപ്റ്റ് വെൻ ഐ ഗോട്ട് ഹോം. ഇവിടെ കണ്ടോ, വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു ദ കിഡ്സ് ഹാഡ് സ്ലെപ്റ്റ് ബിഫോർ ഐ ഗോട്ട് ഹോം എന്ന്. അതും ശരി തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ എത്തിയപ്പോൾ കുട്ടികൾ ഉറങ്ങിയിരുന്നു എന്ന്. അതുകൊണ്ടാണ് വെൻ ഉപയോഗിച്ചത്. ഇനി മറ്റൊരു എക്സാമ്പിൾ. അവർ ക്ഷീണിതരായിരുന്നു. കാരണം എന്താ? അവർ ദിവസം മുഴുവനും ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം അവർ ജോലി ചെയ്തു, അതുകൊണ്ടാണ് അവർ പിന്നീട് ക്ഷീണിതരായത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ദേ വർ ടയർഡ് ബിക്കോസ് ദേ ഹാഡ് വർക്ക്ഡ് ഓൾ ഡേ. കണ്ടോ? ആദ്യം അവർ ജോലി ചെയ്തല്ലോ, അതുകൊണ്ടാണ് ദേ ഹാഡ് വർക്ക്ഡ് ഓൾ ഡേ എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു എക്സാമ്പിൾ. ഞാൻ അവളുടെ ഓഫീസിൽ വിളിച്ചു, പക്ഷേ അവൾ ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം അവൾ ഓഫീസിൽ നിന്ന് പോയി, അതിന് ശേഷമാണ് ഞാൻ അവളെ വിളിച്ചത്. അപ്പോൾ എന്താ പറയുക? ഐ കോൾഡ് ഹർ ഓഫീസ് ബട്ട് ഷീ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. അപ്പോൾ അവൾ അതിനോടകം പോയി കഴിഞ്ഞിരുന്നു എന്നുള്ളൊരർത്ഥം കിട്ടാനാണ് ഞാനിവിടെ ഓൾറെഡി എന്നുള്ളൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. ഐ കോൾഡ് ഹർ ഓഫീസ് ബട്ട് ഷീ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പാസ്റ്റിൽ ഒന്നിന് ശേഷം ഒന്നായിട്ട് നടന്ന 2 പ്രവൃത്തികളെ പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം നടന്ന പ്രവൃത്തിയെപ്പറ്റി നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഹാഡും വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും അല്ലേ? അതിനൊരു പേരുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് അതിനെ പറയുക. കാരണം ആ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് നമ്മളതിനെ പറയുന്നത്. അങ്ങനെ നമ്മളിനി പാസ്റ്റ് ടെൻസിൻ്റെ 4ാമത്തെ ടൈപ്പിനെ പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്.
ഞാൻ ഈ പറയാൻ പോകുന്ന എക്സാമ്പിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞങ്ങൾ 1 മണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബസ് വന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും പാസ്റ്റിൽ നടന്നതാണ്. ഒന്ന്, ഞങ്ങൾ 1 മണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ബസ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബസ് വന്നപ്പോൾ ഞങ്ങൾ അതിൽ കയറിപ്പോയി. അപ്പം ഞങ്ങൾ ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പാസ്റ്റിൽ 2 പ്രവൃത്തികൾ നടന്നു. അതിൽ ആദ്യത്തെ പ്രവൃത്തി കുറച്ച് നേരമായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നുണ്ടോ? ഇല്ല താനും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പറയുക ഇംഗ്ലീഷിൽ? We had been waiting for an hour when finally the bus arrived. We had been waiting for an hour when the bus arrived എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നടന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ പറഞ്ഞതെന്ന് നോക്കൂ. had been waiting എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി വേറെ എക്സാമ്പിൾ പറയാം. ഇത് പലപ്പോഴും വീടുകളിലൊക്കെ സംഭവിക്കാറുള്ളതാണ്. കുട്ടി മണിക്കൂറുകളായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവനെ ചെന്ന് ഉണർത്തി. എന്താ പറയുക? The baby had been sleeping for hours when I woke him up. The baby had been sleeping for hours when I woke him up. കണ്ടോ, മണിക്കൂറുകളായി ഉറങ്ങാൻ തുടങ്ങിയിട്ട് had been sleeping എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട സെൻറ്റൻസസിലൊക്കെ നമ്മൾ പാസ്റ്റ് ടെൻസ് വേറൊരു രീതിയിൽ ഉപയോഗിച്ച് കണ്ടു അല്ലേ? had been പിന്നെ വേർബിൻ്റെ ING ഫോമാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ഈ പാസ്റ്റ് ടെൻസിന് നമ്മൾ കൊടുക്കുന്ന പേര് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ തുടരുന്ന രീതി കണ്ടിന്യൂസ് ടെൻസ് ആണ് ഈ വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 തരം പാസ്റ്റ് ടെൻസസിനെ പറ്റിയാണ് മനസ്സിലാക്കിയത്. ഇതിനെ ബേസ് ചെയ്താണ് ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ തരുന്നത് കേട്ടോ. ആദ്യത്തേത് നോക്കൂ. എനിക്ക് പറയേണ്ടത് ഇതാണ്. ടീച്ചർ ക്ലാസ്സിനകത്തേക്ക് കയറിയപ്പോൾ കുട്ടികൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ, when the teacher entered the class, the students' space. Options: talked, were talking. Correct answer choose ചെയ്യൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the meeting space half an hour ago. അരമണിക്കൂർ മുൻപ് മീറ്റിംഗ് തുടങ്ങി. ഓപ്ഷൻസ്: started, had been starting. ചൂസ് ചെയ്യൂ. ഇനി മൂന്നാമത്തെ ചോദ്യം, ജോൺ പാർട്ടിക്ക് പോയത് അവൻ്റെ സുഹൃത്ത് അവനെ ക്ഷണിച്ചിരുന്നത് കൊണ്ടാണ്. ജോൺ went to the party because his friend spaced him. ഓപ്ഷൻസ്: had invited, was inviting. അപ്പോൾ ഈ 3 ചോദ്യങ്ങളുടെയും കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ ചൂസ് ചെയ്യൂ, കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.